അന്നമോ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഏയ് അതൊന്നും ശരിയാവില്ല. അവൻ നമ്മുടെ സീനിയേഴ്സ് അല്ലേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഖു, എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ചങ്ങാതി. ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതിലൊന്ന് പോട്ട് ചെയ്യാല്ലേ മക്കളെ? മച്ചാ പാട്ട് എടുത്തണം. നമുക്ക് 2 വിസിറ്റേഴ്സ് ഉണ്ട്. ഈ കുട്ടീനെ കണ്ടില്ല? ഈ കുട്ടി നന്നായി പാടും. അതുപോലെ തന്നെ ഈ കുട്ടി ഡാൻസും ചെയ്യും. സെമീർ മ്യൂസിക് കൊടുക്കും. നമുക്ക് എന്റർടൈൻമെന്റ് ആയി. എന്താ നോക്കല്ലേ? അയ്യോ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. അതെന്താ മക്കളാ അറിയാത്തത്? അയ്യോ സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. മക്കളെ വേഷം കെട്ടെടുക്കല്ലേ? വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾക്ക് തീരെ വശമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വശമുള്ളവർ വലിയ ഇഷ്ടമാണ്. സെമീർക്ക് പാടുന്ന കേൾക്കാൻ വേണ്ടിയാണ് ഈ സീനിയർ കോളേജിൽ ഞങ്ങൾ വാങ്ങുന്നത്. നീ പറ, ഇവരെന്താ ചെയ്യേണ്ടത്? ഓക്കെ, നാളെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് നിന്റെ വക കോളേജ് ക്യാൻറ്റീൻ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് പാടി എന്റെ ലൈഫിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ വർക്ക് പഠിച്ചു. ഒന്നല്ല ഒരുപാട് വട്ടം. പോയി തീങ്കിലേയും പോയി. നമ്മളെപ്പോഴും പോകാം. എടാ, നീയാണ് ഞങ്ങളെപ്പോഴുള്ള പാവങ്ങളുടെ ശാപം. പണ്ട് നഴ്സറി പോകുന്നതിന് പകരം വല്ല സംഗീത ക്ലാസ്സിനും പോവായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു കാസനോവ ആയേനെ. എവിടെ? അവിടെ നിക്ക്, ഞാൻ വരുന്നു. അല്ല ആരുത്? ആൻസിയോ എങ്ങോട്ടാ? ഞാനോ വിളിക്കാം. അല്ല ആരുടെ സുഖേട്ടനോ? അതെ സുഖേട്ടൻ തന്നെ. നീ ഇപ്പൊ എന്നെ ഒറ്റയ്ക്കാണല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ലവിങ്ങിലാണല്ലോ. നമുക്കിങ്ങനെ പോയാൽ മതിയോ? ആരും പറഞ്ഞു? മീരയ്ക്ക് ഒരിക്കലും അതിന് പറ്റില്ല. ഞാനും അവളും ബിടെക് മനസ്സിൽ കണ്ട് പഠിക്കാൻ വേണ്ടി മാത്രമായി ഇവിടെ വന്നത്. പുല്ലേ നീ ഇവിടെ കിടന്ന് ഒലിപ്പിച്ചോ? അവിടെ സെമീർ ഹോസ്പിറ്റലിലാടാ. അളിയാ, നിന്നെ കയറുമ്പോ പണ്ട് തെലുങ്കുമാർ പറഞ്ഞ ഡയലോഗ് ഓർമ്മ ഉണക്കായിട്ടിരിക്കുന്ന ബ്രാവോ പോലുണ്ട്. വാങ്ങി കൂട്ടിയല്ലേ? ഇനി നിന്റെ ഗിറ്റാറിന് റെസ്റ്റായി. അളിയ, നിനക്ക് എന്നെ ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഒരു മിസ് കോളെങ്കിലും അടിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ തലസി മിസ്സാവില്ലായിരുന്നു. എന്താടാ മോൻ ക്ലിയർ ആയില്ലടാ? അപ്പൊ ആ പല്ല് ഇനി നീ വണ്ടി പോവുക. ശരി അളിയാ.
ഇതൊന്നും അവന് ഈ കണ്ടീഷനിൽ കഴിക്കാൻ പറ്റില്ല. അതെ, അടി കൊണ്ട് നല്ല ഇളപ്പല്ല് വിളകി കിടക്കുകയാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ സുഖോ അടുത്ത പല്ല് നിനക്ക് ഇളക്കണോ? വേണ്ടായേ, ഞങ്ങൾ എന്തിനാ അവന്റെ കട്ടറും പാക്കും. വാടാ ഇരിക്കാൻ പോടാ. എന്തിനാണ് നിക്ക പോടാ. അളിയ ഇപ്പൊ നമ്മള് സമീറേ, നിനക്കിത് കൊണ്ടാ പോരടാ. നിന്റെ ഫ്രണ്ട്സിന് നമ്മുടെ റിലേഷൻ ഇഷ്ടമല്ല അല്ലേ? ശരിക്കും വേദനയുണ്ടോ? തോന്നിയതാ. ഒരു മിസ് കോൾ ഇല്ല, ഒരു മെസ്സേജ് ഇല്ല. എന്തിനാണ് ഈ ജീവിതം? അല്ലെങ്കിലും നമ്മൾ ആർക്കും വേണ്ടല്ലോ, നമ്മള് പോകാം. എത്രയും പെട്ടെന്ന് ആൻസി. എടി അന്നമ്മ, എന്തോ നമ്മുടെ റിയയുടെ നിശാന്തി ആ അമ്മായിച്ചക്ക് അവൾ അവനെ വിട്ടടി. അവളിത് എത്രാമത്തെയാ? തന്നെ ചോദിക്കുന്നത്. ഒക്കെ സഹിക്കാം. നിങ്ങറിയാമോ ആ വൈക്കോൽ വണ്ടി, ആ ചുരുളമണിക്കാരി, അവള് കാലം ഒടിച്ചടി. അവള് വേറൊരു പോയി. അതിലെനിക്ക് മനസ്സിലാവാത്തത് ആ കുതിരനാർക്കും വേണം. ഏത്? എപ്പോഴാ ചെറുക്കന്മാരുടെ കൂടെ നടക്കുന്നവൾ? അവൾ എല്ലാവരും കമ്പനിയുമാണ്, പക്ഷെ അവൾ ആർക്കും വേണം. അത് അവൾക്ക് എവിടേക്കോ ചെറിയ കുഴപ്പമുണ്ടടി. നിങ്ങളുടെ കാര്യം എങ്ങനെ? പലതും നടക്കുമോ? എനിക്കറിയാലോ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രണയത്തിന്, തമ്മിലൊരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ര അടുത്ത്. പക്ഷേ ഈ ഒരു സെമസ്റ്റർ കൂടെ കൂടുതലൊന്നും ആലോചിക്കുന്നത് ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ അങ്ങനെ വിഷമിച്ചിരിക്കാൻ എന്നെ കിട്ടുന്നത് ഈ കാലത്ത് ആരാ മോളെ ലൈഫ് ലോങ് സിനിമ എടുക്കും? നല്ല ഓഫറുള്ള സിനിമ വരുമ്പോൾ നമ്മളത് എടുക്കും. ഒരു തീർന്ന വലിച്ചില്ലേ ഇത്രയും ഫ്ലെക്സിബിൾ എന്തിനാ ഒരു ലൈഫ് ലോങ് സിനിമ? അപ്പോൾ സമീറ നീ ആടി ഫ്രണ്ട്. ഇതിനും വേഗം ആ കുതിരയായിരുന്നു. സുഖേട്ടോ, ഒരു നിമിഷം. നീ പറഞ്ഞോളൂ. എന്ത്? മടിക്കണ്ട, പറഞ്ഞോളൂ. നീ എന്താന്ന് പറയാം? ആയിട്ട് അഭിനയം ചരക്ക് അതല്ലായിരുന്നല്ലേ. സുഖേട്ടാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. സീരിയസ്? എന്താ? വേഗം പറ. എനിക്ക് പോയി വാങ്ങണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ലക്ഷ്മി സ്വാധീനം മിസ്സായി. ഓ, ഇങ്ങനൊരു സാധനം. അതെ, ഈ ബോയ്സ് എന്തിനാ പ്രേമിക്കുന്നത്? ബോയ്സ് എന്തിനാ പ്രേമിക്കുന്നത്?
according to boys, girls are like amber pools in the center of the pool. അത് കാണുമ്പോൾ ആർക്കും ഒന്ന് പറിക്കാൻ തോന്നും. അപ്പൊ നീന്തൽ അറിയാമോ എന്നോ കുളത്തിന്റെ ആഴം എത്രയെന്നോ നാം ചിന്തിക്കാറില്ല. നീന്തൽ അറിയുന്നവർ നീന്തൽ രക്ഷപ്പെടും, അല്ലാത്തവർ അതിന് മുന്നിൽ താഴും. This is my theory about boys. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയ ആരവമാണ്. സത്യത്തിൽ നീ ആരാ? എന്താ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെന്നെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിനക്ക് സമീർ എങ്ങനെയാ നീന്താനൊക്കെ അറിയോ? ആൻസി, അതെന്താ താ അങ്ങനെ ചോദിച്ചേ? ആൻസി നിക്കാൻ സുഖേടാ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ ആൻസി അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ രണ്ടാമത്തെ തവണയാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്. എന്തോ കുഴപ്പമുണ്ട്, അന്വേഷിക്കണം. അന്വേഷിപ്പിക്കും, കണ്ടെത്തൂ. എന്തോ ഒരു പേരുന്നുണ്ട്, എന്താ പറയാ? സത്യം നീ അവളിൽ ഇത്രയും ഇൻവോൾവ് ആകരുത്. അതിന് അവളെന്ത് തെറ്റ്? എടാ, അവളൊരു പെണ്ണെന്നും പെണ്ണിന്റെ സ്വഭാവം കാണും. നീ അവളെ വിശ്വസിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. വിശ്വസിച്ചു, കണ്ണു മടച്ച് വിശ്വസിക്കരുത്. നീ എന്തറിഞ്ഞിട്ടാ ഈ വർത്താനം പറയും? എടാ, ഞാൻ അന്വേഷിച്ചിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞു. അവളെ നിന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എടാ സുഖു, നീ അവളെ കുറിച്ച് ഇന്റെ അക്ഷരം മിണ്ടിപ്പോരുത്. നിന്നെ തല്ലാൻ കഴിയാത്തോണ്ട് ഞാൻ വെറുതെ വിടാം. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാലം വരും. ഞാൻ പോണം. Mira, sit here. Your coffee? Where is your coffee, please? സമീർ, ഇതിന്റെ ഫ്രണ്ട് വിഷ്ണു, ഞങ്ങൾ ഒരുമിച്ച് അവൻ ആരായാലും എനിക്കെന്താ? ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഫ്രണ്ടാ? പിന്നെ ഞാനാരാ? നീ എന്റെ നല്ലൊരു ഫ്രണ്ട്. എന്താന്നല്ലേ സമീർ? ഇല്ലാണ്ട് നീ എന്താ വിചാരിച്ചേ? നമ്മൾ ലവേഴ്സ് ആണല്ലോ. ഞാൻ സെമിനോട് പലപ്പോഴും പറഞ്ഞു, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ലവേഴ്സ് ആണെന്ന്? ഇപ്പോഴും പഴയ മരം ചുറ്റി പ്രേമമായിട്ട് നടക്കുകയാണ്. ഇത് നിരക്കുന്നതാണ്. നേരിട്ട് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇനി അതൊക്കെ നിന്നോട് എന്തിനാ പറയുന്നത്? സമീർ, സമീർ, സമീർ.
എന്ത് മണാണത്? എന്നാലും നമ്മുടെ കോളേജ് ക്യാൻറ്റീനിൽ പഴയ ബോണ്ട് തന്നെയാണ് ഇമോഷൻ കണ്ടോളൂ ഇമോഷൻ അളിയ ലവ് യുടാ. അന്നേ ഞാൻ പറഞ്ഞതാണ് അവളെ ചതിക്കുന്നു. നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവളെ നേടിയെടുക്കാൻ ശ്രമിക്കും. എന്നാൽ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കുക. എന്തിനാ നമ്മളെ ഇട്ടിട്ട് പോയത്? അതാണ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവളുടെ ചർച്ചയാ ആൻസി. അത് ഞാനിത് കഴിഞ്ഞ നിന്നോട് പറഞ്ഞുതരാം. നമ്മൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് ആ ഇഷ്ടം മനസ്സിലാക്കാതെ അവള് പോവാണ് പോട്ടടാ.